അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1398. റവാഹു ഇബ്നു സഅദ് അൻ അംർ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഖാൽ. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു, ഖാല അബൂ ത്വാലിബ് പറഞ്ഞു, ഇന്ന അവ്വല മാ അൻകർതു മിൻ ഇബ്നി അഖി, എൻ്റെ സഹോദരപുത്രനിൽ നിന്ന് ഞാൻ ആദ്യമായി കണ്ട അത്ഭുത സംഭവം. അബൂ ത്വാലിബ് എന്നവരുടെ സഹോദരൻ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ മകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എൻ്റെ സഹോദരപുത്രനിൽ നിന്ന് ഞാൻ ആദ്യമായി കണ്ട അത്ഭുത സംഭവം, അന്നാ കുന്നാ ബിദിൽ മജാസി ഫി ബിലിന വകാന റദീഫി ഫി യൗമിൻ സ്വാഇഫി. ശക്തിയായ ചൂടുള്ള ദിവസം ദിൽ മജാസ് എന്ന പ്രദേശത്ത് ഞങ്ങൾ ഒട്ടകത്ത് നോക്കി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഅസ്വാബനി അത്ഷുൻ ഷദീദുൻ. ആ ശക്തിയായ ചൂട് കാരണം എനിക്ക് വല്ലാത്ത ദാഹം എന്നെ പ്രയാസപ്പെടുത്തി. ഫഖുൽതു ലഹു, ഞാൻ സഹോദരന്റെ മകനോട് പറഞ്ഞു, ഇബ്ന അഖി ആദാനിൽ അത്ഷു, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്. സഹോദരന്റെ മോനെ വിളിച്ചുകൊണ്ട് പറയണം, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, എന്റെ ദാഹം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഫസന്ന റിജ്ലഹു ഫനസല, സഹോദരന്റെ മകൻ രണ്ട് കാലും വിടർത്തി പെട്ടെന്ന് താഴെ ഇറങ്ങി. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, യാ അം അതുരീദു മാൻ, നിങ്ങൾ വെള്ളം ഉദ്ദേശിക്കുന്നുണ്ടോ? പുത്രനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഖുൽതു നഅം, അതെ, വെള്ളം ആഗ്രഹിക്കുന്നുണ്ട്. ഫഖാല, അപ്പൊ സഹോദരന്റെ മകൻ പറഞ്ഞു, അൻസിൽ, താഴെ ഇറങ്ങും. ഫനസൽതു, ഞാൻ ഇറങ്ങി. ഫൻദഹൈതു ഇലാ സുഖറത്തിൻ, അങ്ങനെ ഒരു പാറക്കെട്ടിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഫറക്കലഹാ ബിരിജ്ലിഹി, അവിടുത്തെ കാല് കൊണ്ട് ഒരു ചവിട്ട് കൊടുത്തു. വഖാല ഷൈഅൻ, എന്തോന്ന് ഉരുവിടുന്നുണ്ട്. ഫനബഅത് മാഉൻ, വെള്ളം അങ്ങ് കുത്തി ഒലിക്കാൻ തുടങ്ങി. ലം അറ മിസ്ലഹു, ഇതുപോലൊരു സംഭവം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഫശരിബ്തു, ഞാൻ കുടിച്ചു. ഹത്താ റവീതു, ദാഹം തീരുന്നത് വരെ ഞാൻ കുടിച്ചു. ഫഖാല, സഹോദരന്റെ മകൻ എന്നോട് ചോദിച്ചു, ആ റവീത്ത, അപ്പ ദാഹം തീർന്നോ എന്ന് ചോദിച്ചു. ഖുൽതു നഅം, അതേ, ദാഹം തീർന്നു. ഫറക്കലഹ സാനിയത്തൻ, രണ്ടാമതും ഒരു ചവിട്ട് കൊടുത്തു. ഫആദത് കമാ കാനത്, പഴയ അവസ്ഥയിലേക്ക് തന്നെ ആ പാറക്കെട്ട് മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും അത്ഭുതങ്ങളുണ്ട്. അവിടുന്ന് അസാധാരണ വ്യക്തിത്വമാണ്. ധാരാളം മുഅ്ജിസത്തുകൾ അവിടുന്നുണ്ട്. അവിടുത്തെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അവിടുന്ന് ഒരിക്കലും സാധാരണ മനുഷ്യനല്ല, അത് അസാധാരണ വ്യക്തിത്വമാണ്. അവിടുത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളാനും കൂടുതൽ സ്നേഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.